ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു കൽത്തപ്പം ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാമല്ലേ? വായോ. അപ്പം നമ്മളുടെ കൽത്തപ്പത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി, 3 ഏലക്ക, ചെറിയ ജീരകം, ഒരിത്തിരി ചെറിയ ജീരകം, പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ അടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ശർക്കരപ്പാനി ഉണ്ടാക്കാം. ശർക്കരപ്പാനി റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ചൂടോടെ തന്നെ നമ്മൾ അടിച്ച് വെച്ച മാവിലേക്ക് ഒഴിക്കണം. ചൂടോടെ തന്നെ മാവിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതെ തന്നെ മിക്സ് ചെയ്യണം. ചൂടോടെ ഒഴിക്കുന്നത് കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യും. ഒരല്പം മതി കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ തേങ്ങാക്കൊത്ത് ചെറിയുള്ളിയും നല്ലോണം വറുത്തെടുത്തിട്ട് അത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇതിൽ വെച്ചിട്ട് നമ്മൾ അടിച്ച് വെച്ച മാവ് ഇതിലേക്ക് ഒഴിക്കുക. അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള തേങ്ങാക്കൊത്തും ചെറിയുള്ളി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു 8-10 മിനിറ്റ് മതി കേട്ടോ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മളുടെ കൽത്തപ്പത്തിൻ്റെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയ അടിപൊളി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ.